ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGSൽ 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഒരു ടാൻജൻ്റ് ഉണ്ട് AD. ടാൻജൻ്റ് ഉണ്ടെങ്കിൽ സർക്കിൾ ഉണ്ടാവും. ആ സർക്കിളിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആണ്. AC എന്ന് പറയുന്ന സീക്കൻ്റ് ആണ്. സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് B ആണ്. CD എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. ഇഫ് AB ഈക്വൽ ടു 7 ദെൻ വാല്യൂ ഓഫ് AC ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സർക്കിൾ വരയ്ക്കുവാണ്. സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് സർക്കിൾ. ഓക്കെ, ഈ സർക്കിളിനകത്ത് ആദ്യമേ ഡയമീറ്റർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഡയമീറ്റർ വരയ്ക്കുകയാണ്. ഡയമീറ്റർ CD. AD എന്ന് പറയുന്നത് ടാൻജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. ഇത് A. ദെൻ എയും സിയും കണക്ഷൻ ഉണ്ട്. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് B. അത് സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് B. ഇനി പറഞ്ഞിരിക്കുന്നത് AB 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഡയമീറ്റർ 12. ഇനി സപ്പോസ് ഞാൻ BC നെ X എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AC ആണ്. ഓക്കെ, AC. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമേ ഇതൊന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അതെന്തിനാണ് ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടെ ഒരു 3 ട്രയാങ്കിൾ ഉണ്ട്. അതായത് CBD, ABD, ABC. നിങ്ങളിത് 3 എടുത്തു കഴിഞ്ഞാൽ 3 സിമിലർ ആയിരിക്കും. കാരണം ഇത് 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, സെമി സർക്കിളിൻ്റെ അകത്ത് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ അത് 90 ഡിഗ്രി ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾസ് ഒരെണ്ണം തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഇത് 90 മൈനസ് തീറ്റ, ഇത് 90 മൈനസ് തീറ്റ. അതുപോലെ തന്നെ ഇപ്പുറത്തെ ട്രയാങ്കിളിൽ ഇത് 90 മൈനസ് തീറ്റ. വലിയ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 90 മൈനസ് തീറ്റ. ഓക്കെ, പിന്നെ ഈ ചെറിയ ട്രയാങ്കിൾ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇത് തീറ്റ. അപ്പോൾ 3 ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ഇത് സിമിലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നോക്കണം. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ട്രയാങ്കിൾ ആദ്യം പറഞ്ഞാൽ ABC വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാ വേണ്ടത്? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൈഡുകൾ അറിയാവുന്നത്. ഞാനാണെങ്കിൽ ഈ ട്രയാങ്കിൾ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് CBDയും എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ട് സിമിലർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് 90 മൈനസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന X ആണ്. വലിയ ട്രയാങ്കിളിൽ 90 മൈനസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന, അതായത് ABCയിൽ 90 മൈനസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന 12 ആണ്. ചെറിയ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 12 ആണ്. വലിയ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 7 പ്ലസ് X ആണ്. ഓക്കെ, ഇനി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 7 പ്ലസ് X ഇൻറ്റു X ഈക്വൽ ടു 144 എന്ന് പറഞ്ഞത്. ഒന്നെങ്കിൽ നിങ്ങൾക്കിത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 144 സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. അതിൽ ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാളും 7 കൂടുതലായിരിക്കണം. എൻ്റെ മനസ്സിൽ വരുന്ന 9ഉം 16ഉമാണ്. ഓക്കെ, 16 ഇൻറ്റു 9 144. 9നേക്കാളും 7 കൂടുതലായി കിടക്കുന്നത്. നമ്മളൊക്കെ ചോദിച്ചിരിക്കുന്ന AC-യുടെ ലെങ്ത്താണ്. AC-യുടെ ലെങ്ത് എത്രയാണ്? 7 പ്ലസ് 6 ആണ്. അത് എത്ര വരും? 16 എന്ന് പറഞ്ഞു വരും. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്.